ഹായ്, മാത്സ് നിങ്ങളുടെ പേടി സ്വപ്നമാണോ? എൻ്റെ അടുത്ത് ഒരുപാട് സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ട് മാത്സ് മനസ്സിലാവുന്നില്ല, മറ്റ് സബ്ജക്റ്റിനെ പോലെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നില്ല, മാത്സ് വളരെ ടഫാണ്, എനിക്കറിയില്ല മാത്സ് എന്നൊക്കെ. നിങ്ങളും ഈ കൂടുതൽപ്പെട്ടവരാണോ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ക്ലാസ്. എങ്ങനെ മാത്സ് എഫക്റ്റീവായിട്ട് പഠിക്കാം, 5 ബെസ്റ്റ് ടിപ്പ് ടു സ്റ്റഡി മാത്സ്. നമ്മളിന്ന് എങ്ങനെ ഏറ്റവും ഈസി ആയിട്ട് മാത്സ് പഠിക്കാം എന്നുള്ള 5 ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എന്തൊക്കെയാണ് ടിപ്സ് എന്ന് നോക്കിയാലോ. ഈ ടിപ്സ് ഫോളോ ചെയ്തിട്ട് മാത്സ് പഠിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, മാത്സിന്റെ പ്രോബ്ലം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയും നമ്മുടെ സ്കൂളിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. സ്കൂളിൽ ഇവിടെ 6 to 10 വരെയുള്ള സ്റ്റുഡൻസിനായിട്ട് പ്രത്യേകം ബാച്ച് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ പെട്ടെന്ന് തന്നെ പോയിട്ട് ജോയിൻ ചെയ്യാം. ഫ്രണ്ട്സിനെയും റെക്കമെൻഡ് ചെയ്യാം. നിങ്ങൾ മാത്രം ജോയിൻ ചെയ്താൽ പോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും റെക്കമെൻഡ് ചെയ്യണം. എങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് ടിപ്പ് എന്താ? ഫസ്റ്റ് ടിപ്പ്, മാസ്റ്റർ ദ ബേസിക്. അതെ, ബേസിക്സ് അറിയില്ലെങ്കിൽ കംപ്ലീറ്റ് പോയില്ലേ. ബേസിക് അറിയാന്നുള്ളതാണ് ഫസ്റ്റ് ടിപ്പ്. ബേസിക്കിൽ സ്ട്രോങ് ആകുക. സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തോൽപ്പിക്കാൻ മറ്റാർക്കും പറ്റില്ല. മാത്സ് ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അൽജിബ്ര, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ട്രിഗണോമെട്രി, ജിയോമെട്രി പോലുള്ള ടോപ്പിക്സിൽ ബേസിക് സ്ട്രോങ് ആക്കുക. ഓക്കെ, അതായത് ഒരു വീട് പണിയുമ്പം അതിന് സ്ട്രോങ് ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? മൊത്തം കംപ്ലീറ്റ്ലി ഒടിഞ്ഞ് താഴെ പോകും അല്ലേ? അതേപോലെ തന്നെയാണ് മാത്സിനൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ മേക്ക് ചെയ്യുക. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുക്കുക. സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ മാത്സ് ഈസിയാണ്. മാത്സ് ഒരു ഈസി ടോപ്പിക് തന്നെയാണ്. മറ്റ് സബ്ജക്റ്റിനെ പോലെ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ഈസി സബ്ജക്റ്റ് തന്നെയാണ് മാത്സ്. അപ്പം അതിന് സ്ട്രോങ് ഫൗണ്ടേഷൻ വേണം. ഓക്കെ, ബേസിക്സ് സ്ട്രോങ് ആക്കിയെടുക്കണം. ഫസ്റ്റ് ടിപ്പ്. ദ നെക്സ്റ്റ് ടിപ്പ് ഈസ് പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. ഓക്കെ, മാത്സിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് റൈറ്റ് ചെയ്ത് തന്നെ മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളതിൻ്റെ കൺസെപ്റ്റ് എല്ലാം അറിയാം, ബട്ട് ആൻസർ ചെയ്യുമ്പോൾ കിട്ടുന്നില്ല, ആൻസർ വരുന്നില്ല. ബാക്കി എല്ലാം അറിയാം, ആൻസറിലോട്ട് എത്തുന്നില്ല. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. ജസ്റ്റ് റീഡ് ചെയ്യുമ്പോൾ ഒക്കെ എല്ലാം മനസ്സിലാവും, എഴുതാൻ പറ്റുന്നില്ല. എഴുതുമ്പം ആൻസർ കിട്ടുന്നില്ല, പകുതി വെച്ച് സ്റ്റോപ്പ് ആവുന്നു. ഇതൊക്കെയല്ലേ നിങ്ങളുടെ പ്രോബ്ലം. അപ്പം എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. എത്രത്തോളം പ്രാക്ടീസ് ചെയ്യണോ അത്രയും നമ്മൾ കോൺഫിഡൻ്റ് ആവും. ആദ്യം സിമ്പിൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, പിന്നെ അതിൻ്റെ ലെവലിൽ കൂട്ടി കൂട്ടി കൊണ്ടുവരിക. പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദ തേർഡ് ടിപ്പ് ഈസ് ഫോക്കസ് ഓൺ പ്രോബ്ലം. ഫോക്കസ് ഓൺ പ്രോബ്ലം. പ്രോബ്ലംസിനെ ഫോക്കസ് ചെയ്യുക. ഒരു പ്രോബ്ലം, ഒരു കൺസെപ്റ്റ് അറിയാം, കൺസെപ്റ്റ് റീഡ് ചെയ്തു, കൺസെപ്റ്റ് മനസ്സിലായി. അതല്ലെങ്കിൽ ഒരു ഇക്വേഷൻ, ഒരു ഫോർമുല, ഇതെല്ലാം പഠിച്ചു. ഈ ഇക്വേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യണം, അതെന്തിനാണ് അപ്ലൈ ചെയ്യുന്നത്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങളത് മനസ്സിലാക്കിയെടുക്കുക. ഒരു പ്രോബ്ലത്തിലൂടെ നിങ്ങൾ ആ ഇക്വേഷൻ, ഫോർമുല അപ്ലൈ ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പം അത് പ്രോബ്ലത്തിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ഒരു ഇക്വേഷൻ ആയാലും ഫോർമുല ആണെങ്കിലും മാത്സിൻ്റെ കൺസെപ്റ്റുകളും പ്രോബ്ലത്തിലൂടെ നിങ്ങൾ അത് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ ഫോർത്ത് ടിപ്പ് ഈസ് റിവ്യൂ യുവർ മിസ്റ്റേക്ക്. മിസ്റ്റേക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, ഇതുവരെ ചെയ്ത പ്രോബ്ലത്തിൽ ഞാൻ എവിടെയൊക്കെ മിസ്റ്റേക്ക് വരുത്തി വെച്ചു, എന്തൊക്കെ മിസ്റ്റേക്ക് വരുത്തി വെച്ചു, ഇതെല്ലാം റിവ്യൂ ചെയ്യാം. നെക്സ്റ്റ് ആ മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ ട്രൈ ചെയ്യാം. ഓക്കെ, ഞാൻ ഈ മിസ്റ്റേക്ക് മുമ്പ് വരുത്തി വെച്ചതാണ്, ഇനി ഞാൻ ആ മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യില്ല. ആ കാൽക്കുലേഷനിൽ ഞാൻ അവിടെ മിസ്റ്റേക്ക് വരുത്തി വെച്ചു, അല്ലെങ്കിൽ പ്രോബ്ലത്തിലോട്ട് ഈ ഇക്വേഷനിലോട്ട് ആഡ് ചെയ്യുന്ന സമയത്ത്, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ മിസ്റ്റേക്ക് വരുത്തി വെച്ചു, ഇനി ഞാൻ അത് മിസ്റ്റേക്ക് വരുത്തി വെക്കില്ല. നിങ്ങൾ തന്നെ ഒരു ഉറപ്പ് നൽകുക. ഓക്കെ, റിവ്യൂ ചെയ്യുക നിങ്ങളുടെ മിസ്റ്റേക്സ് എന്താണെന്നുള്ളത്. ക്ലിയർ? ദെൻ ദ ഫിഫ്ത്ത് ടിപ്പ് ഈസ് യൂസ് വിഷ്വൽ എയ്ഡ്സ് ആൻഡ് ടൂൾസ്. ചാർട്ടായിട്ടും റഫ് ഫിഗറായിട്ടും ഗ്രാഫായിട്ടും ഒക്കെ നിങ്ങൾ തന്നെ യൂസ് ചെയ്തിട്ട് ഗ്രാഫും റഫ് ഫിഗറായിട്ടൊക്കെ വരച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻസൊക്കെ കാണുന്ന സമയത്ത്, ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു റഫ് ഫിഗറൊക്കെ വരച്ച് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഏറ്റവും ഈസി ആയിട്ട് ഇത്രയും ഈ ഒരു 5 ടിപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. മാത്സ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. സോ ഈ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.
ഈ ടിപ്സ് ഫോളോ ചെയ്യുക. മാത്സിനെ മറ്റ് സബ്ജക്റ്റിനെ പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈസി ആക്കി മാറ്റുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പെട്ടെന്ന് തന്നെ പോയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.